വാസ്തുവിന്റെ ഒപ്പം ഫെങ്ഷിയും കൂടെ നോക്കുവോ? ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിന്ന് വാസ്തുവും ഫെങ്ഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. രണ്ടും എനർജീസിനെ കറക്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്, പക്ഷെ രണ്ടിന്റെയും അപ്രോച്ച് ഡിഫറെന്റ് ആണ്. അപ്പോൾ വാസ്തു ഇസ് എൻ ഏൻഷ്യൻ ഇന്ത്യൻ സയൻസ്. ഇതിൽ നമ്മൾ സ്ട്രക്ചറിന്റെ അലൈൻമെന്റ് ആണ് കറക്റ്റ് ചെയ്യുന്നത് യൂസിങ് 5 elements of nature: air, water, fire, space and earth. Feng Shui is developed in China. അവിടെ നമ്മൾ മൂവബിൾ ഒബ്ജക്ട്സ് ലൈക്ക് മിറേഴ്സ്, പ്ലാന്റ്സ് അല്ലെങ്കിൽ കളേഴ്സ് ഒക്കെ യൂസ് ചെയ്തൊരു ക്വിക്ക് ഷിഫ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഫെങ്ഷുയിൽ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. വാസ്തുവിൽ നമ്മൾ സ്ട്രക്ചറിന്റെ അലൈൻമെന്റിനെ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പവർഫുൾ ആണ് വാസ്തു. അതുപോലെ തന്നെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ്. തലവേദന പല അസുഖങ്ങളുടെയും സിംറ്റം ആകാം. ഏത് അസുഖത്തിന്റെ സിംറ്റം ആണെന്ന് കണ്ടെത്തി ആ അസുഖത്തെ ചികിത്സിക്കുന്ന രീതിയാണ് വാസ്തു. തലവേദനയ്ക്ക് താൽക്കാലികമായിട്ടുള്ള പരിഹാരത്തിനായി ഒരു പാരസെറ്റമോൾ കഴിക്കില്ലേ, അതാണ് ഫെങ്ഷുയി. അപ്പൊ ഒന്ന് നല്ലത് ഒന്ന് മോശം എന്നല്ല, 2 സ്ഥലങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഈ 2 സ്ഥലങ്ങളുടെ സ്വഭാവം, അതിന്റെ ക്ലൈമാറ്റിക് കണ്ടീഷനിലെ വ്യത്യാസം കൊണ്ടാണ് ഇത് 2 രീതിയിൽ ഇമ്പാക്ട് ചെയ്യുന്നത്. ചൈനയിലെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എക്സ്ട്രീം ആണ്. ചൂടാണെങ്കിൽ എക്സ്ട്രീം, തണുപ്പാണെങ്കിൽ എക്സ്ട്രീം. അതുപോലെ നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ സംഭവിക്കാൻ കൂടുതൽ ചാൻസസ് ഉണ്ട്. അതിന്റെ ഫ്രീക്വൻസീസ് കുറവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്തരം ഡേഞ്ചറസ് ആയിട്ടുള്ള ചലഞ്ചസ് ഒന്നും ഇല്ല. അപ്പൊ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് നമുക്ക് ഫേവറബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയാത്തൊരു ഭാഗ്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ രണ്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പൊ രണ്ടിന്റെയും പോസിറ്റിവിറ്റി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പെർഫെക്റ്റ് ഫിറ്റിംഗ് ഉള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നതാണ് വാസ്തു. അതിന് പെയർ ചെയ്യുന്ന ആക്സസറീസ് സെലക്ട് ചെയ്യുന്നതാണ് ഫെങ്ഷി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അല്ലേ സ്റ്റൈൽ ആവുള്ളൂ. അപ്പൊ നമ്മൾ ബുദ്ധിപരമായിട്ട് ഇത് രണ്ടും ഉപയോഗിക്കണം.